ഹലോ, നമുക്കിന്നൊരു നാടൻ സ്റ്റൈലിൽ ചിക്കൻ കറി ഉണ്ടാക്കിയാലോ, അതും മൺചട്ടിയിൽ ഉണ്ടാക്കി നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് അതിലേക്കുള്ള മസാലകൾ ഇട്ട് കൊടുക്കാം കേട്ടോ. കഴുകി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാല പൊടിയും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് 5 മിനിറ്റോ 10 മിനിറ്റോ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേനും അതൊന്ന് സെറ്റായി വന്നിട്ടുണ്ടാവും. ആ ഉപ്പും എരിവും ഒക്കെ പിടിച്ചിട്ട് നല്ലൊന്ന് സെറ്റായി വന്നിട്ടുണ്ടാവും കേട്ടോ. പാനിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഈ പൊരിച്ച് വെക്കണ ചിക്കൻ എന്ന് പറയുമ്പോൾ അതൊരു വേറെ ടേസ്റ്റ് ഇരിക്കില്ല. അത് മൺചട്ടിയിൽ ആവുമ്പോഴോ അത് വേറൊരു ലെവലിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഇത് പാനിൽ വെച്ചിട്ട് നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ കറിയിലേക്കുള്ള മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് മൺചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പെരിഞ്ചീരകവും ഗ്രാമ്പും പട്ടയും അതുപോലെ തന്നെ ഏലക്കായി കറിവേപ്പില ഇട്ടിട്ട് മുരിഞ്ഞ് വരുമ്പോഴേ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് സബോള ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അതിനുള്ള ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് സബോള നല്ലോണം ഒന്ന് മൊരിച്ചെടുക്കുക കേട്ടോ. അതൊന്ന് മൊരിഞ്ഞ് സെറ്റായി വരുമ്പോൾ അതിലേക്ക് നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ കാന്താരി മുളകും കൂട്ടി ചതച്ചത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ കറി വെക്കുമ്പോൾ സബോള നല്ലോണം ഒന്ന് വാടണം, എന്നാലാണ് ആ ഒരു ചിക്കൻ കറിക്ക് ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ അല്ലേ. ഈ സബോള ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വാടിയിട്ട് നമ്മൾ മസാല ഒക്കെ ചേർത്തിട്ട് പിന്നെ തക്കാളി ഇട്ട് വഴറ്റി കൊടുത്താലൊന്നും ആ ഒരു ചിക്കൻ കറിക്ക് ഒരു ടേസ്റ്റ് കുറവായിരിക്കും അല്ലേ. അപ്പം നമുക്ക് സബോള എങ്ങനെ എത്രത്തോളം വാടണോ അതനുസരിച്ചായിരിക്കും ചിലപ്പോൾ ചിക്കൻ കറിയുടെ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ നല്ലോണം സബോള നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ആ മണമൊക്കെ മാറി വരുമ്പോൾ അതിലേക്ക് തക്കാളി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. തക്കാളി നല്ലോണം വാടിയിട്ട് അതൊന്ന് സെറ്റായി വരുമ്പോൾ നമുക്ക് അതിലേക്കുള്ള ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഗരം മസാല പൊടിയും കുരുമുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് അതിൻ്റെ ആ പൊടികളുടെ മണം മാറണ വരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു പച്ചമണം മാറണ വരെ. എന്നിട്ട് നല്ലോണം ഒന്ന് വാടി അതിൻ്റെ ആ സ്മെല്ലൊക്കെ പോയി വരുമ്പോൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ കളറ് മാറൂലേ. അപ്പം നമ്മൾ അതിലേക്ക് പൊരിച്ച് വെച്ചിരിക്കുന്ന ചിക്കന് ചേർത്ത് കൊടുക്കും കേട്ടോ. മസാലയൊക്കെ നല്ലോണം ഇളക്കി ചേർത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഉപ്പും അതുപോലെ തന്നെ മസാല കുറവുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ വെള്ളവും ചിക്കനും ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആ ചിക്കൻ്റെയൊക്കെ ആ മസാലയൊക്കെ നല്ലോണം പിടിച്ച് കുറുകി നല്ല സെറ്റായി വന്നിട്ടുണ്ടാവും കേട്ടോ. ഇനി ചട്ടിയിൽ വെക്കുന്ന ചിക്കൻ കറിയില്ലേ, പിറ്റേ ദിവസം കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഈ കറിയിലെ ചപ്പാത്തിക്കും പത്തിരിക്കൊക്കെ നല്ല ഒരു കോമ്പിനേഷനാണ് കേട്ടോ. ചപ്പാത്തിയും ഈ കറിയും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. റെസിപ്പി ഇഷ്ടമാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.